Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് RK നാരായണന്റെ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സ്റ്റോറിയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ പാർട്ട് 1ന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കാണാത്ത ആളുകൾ പാർട്ട് 1 കണ്ട ശേഷം വേണം ഈ വീഡിയോ കാണുന്നതിന്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. മൈ പ്ലാൻ വാസ് ടു ടേക്ക് ദ എൻജിൻ ഔട്ട് ഓഫ് ദി ജിംഖാന. അതായത് ആ ജിംഖാന ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെയാണ് ആ ഒരു സർക്കസ് വന്നിരിക്കുന്നത്. ആ ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും അവിടെയാണ് അദ്ദേഹത്തിന്റെ എൻജിൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും എൻജിൻ മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. മൈ പ്ലാൻ വാസ് ടു ടേക്ക് ദ എൻജിൻ ഔട്ട് ഓഫ് ദി ജിംഖാന. അപ്പൊ എന്ത് ചെയ്യണം? ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും ജിംഖാനയിൽ നിന്നും എൻജിൻ പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് ആദ്യ പ്ലാൻ. ആൻഡ് ദെൻ ഡൗൺ ദ റോഡ് ടു എ ഫീൽഡ് ദാറ്റ് വാസ് ഓൺഡ് ബൈ എ ഫ്രണ്ട്. അതിനുശേഷം നേരെ എന്ത് ചെയ്യണം? ഡൗൺ ദ റോഡ് ടു എ ഫീൽഡ്. അതിനുശേഷം റോഡിലൂടെ താഴേക്ക് ഒരു വയലിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് വാസ് ഓൺഡ് ബൈ എ ഫ്രണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഉടമസ്ഥതയുള്ള, അദ്ദേഹം പറയാണ്, ഒരു സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫീൽഡ്, ഒരു വയല്. ആ വയലിലേക്ക് എൻജിൻ എന്ത് ചെയ്യണം? താഴേക്ക് കൊണ്ടുവരണം. ഇതാണ് പദ്ധതി. ഐ ആൾസോ ടുക്ക് ഇൻ ടു സർവീസ് വൺ ജോസഫ്. ഇതിനു വേണ്ടി അദ്ദേഹം ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സേവനം അദ്ദേഹം തേടിയിട്ടുണ്ട്. ആരാ ജോസഫ്? എ ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ. അതായത് അദ്ദേഹം ഒരു ഡിസ്മിസ്ഡ്, അതായത് സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ട ഒരു ബസ് ഡ്രൈവറാണ്. ജോസഫ് said that although he knew nothing of road rollers. ജോസഫ് എന്താ പറഞ്ഞത്? റോഡ് റോളറിനെ കുറിച്ച് അദ്ദേഹത്തിന് കാര്യമായിട്ട് അറിയില്ലെങ്കിലും, റോഡ് റോളർ എങ്ങനെ ഓടിക്കാൻ അറിയില്ലെങ്കിലും, he could nevertheless steer one. അദ്ദേഹത്തിന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. എങ്ങനെയാണെങ്കിൽ if it was somehow kept in motion. അതായത് ഒരു റോഡ് റോളർ എങ്ങനെയെങ്കിലും ഉരുളുന്ന അവസ്ഥയിലേക്ക്, കെപ്റ്റ് ഇൻ മോഷൻ. അപ്പോൾ റോഡ് റോളർ ഉരുണ്ടുകൊണ്ടിരിക്കണം. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ മൂവ്മെന്റ്, അത് ചലിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കാൻ അറിയില്ലെങ്കിലും ഉരുളുന്ന റോഡ് എൻജിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറ്റ് വാസ് എ ഫൈൻ സൈറ്റ്. ഒരു നല്ല കാഴ്ചയായിരുന്നു. ദ ടെമ്പിൾ എലഫന്റ് യോക്ക്ഡ് ടു ദ എൻജിൻ ബൈ മീൻസ് ഓഫ് സ്റ്റൗട്ട് റോപ്സ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോപ്പ്, കയറുകൾ അല്ലെങ്കിൽ വടങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്തു? ഈ എൻജിനുമായിട്ട് ആനയെ ബന്ധിപ്പിച്ചു. വിത്ത് 50 ഡിറ്റർമൈൻഡ് men pushing it from behind. എൻജിന്റെ പിറകിൽ നിന്നും 50 ആളുകൾ തള്ളുകയും. ആൻഡ് മൈ ഫ്രണ്ട് ജോസഫ് സിറ്റിംഗ് ഇൻ ദ ഡ്രൈവിംഗ് സീറ്റ്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ജോസഫ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയും ചെയ്തു. അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറായി. എ ഹ്യൂജ് ക്രൗഡ് സ്റ്റൂഡ് അറൗണ്ട് ആൻഡ് വാച്ച്ഡ് ഇൻ ഗ്രേറ്റ് ഗ്ലീ. ഒരു വലിയ ജനക്കൂട്ടം ചുറ്റും നിൽക്കുകയും അവർ ആവേശത്തോടു കൂടി ഇതെല്ലാം നോക്കി കാണുകയും ചെയ്തു. ദ എൻജിൻ ബിഗാൻ ടു മൂവ്. പതുക്കെ എൻജിൻ ഉരുണ്ടു തുടങ്ങി. ഇറ്റ് സീംഡ് ടു മീ ദ ഗ്രേറ്റസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. ഞാൻ പറയാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ വലിയ നിമിഷമായിട്ട് എനിക്കത് തോന്നി. When it came out of the Gymkhana to the main road. അങ്ങനെ എൻജിൻ ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് അത് മെയിൻ റോഡിലേക്ക് ഉരുണ്ടു തുടങ്ങിയപ്പോൾ ദ എൻജിൻ ബിഗാൻ ടു ബിഹേവ് ഇൻ എ സ്ട്രേഞ്ച് മാനർ. വളരെ വിചിത്രമായ രീതിയിൽ ആ എൻജിൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എൻജിന്റെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി.
ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രേറ്റ് ഡൗൺ ദ റോഡ്, റോഡിലൂടെ നേരെ പോകുന്നതിന് പകരം, റോഡിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഇറ്റ് ബിഗാൻ ടു വോബിൾ ആൻഡ് സിഗ്സാഗ്, അത് വളഞ്ഞു പുളയാനും അതുപോലെ തന്നെ സിഗ്സാഗ്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും തുടങ്ങി. ദ എലഫന്റ് ഡ്രാഗ്ഡ് ഇറ്റ് വൺ വേ, എന്താ അതിന്റെ കാരണം? ആന ഒരു വശത്തേക്ക് എൻജിൻ വലിച്ചു. ജോസഫ് ടേൺഡ് ദ വീൽ വിത്തൗട്ട് എനി ഐഡിയ ഓഫ് വേർ ഹി വാസ് ഗോയിങ്, എങ്ങോട്ടാണ് അയാൾ പോകുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതെ, ഒരു നിശ്ചിത വശത്തേക്കാണ് പോകുന്നതെന്ന ലക്ഷ്യബോധമില്ലാതെ ജോസഫ് ഇരുന്ന് എങ്ങോട്ടോ സ്റ്റിയറിംഗ് വീല് ടേൺ ചെയ്തു, ഇരുന്ന് തിരിച്ചു. The 50 men behind it clung to it, അതിന് പിറകില് പിടിച്ചിരിക്കുന്ന 50 ആളുകള്, തൂങ്ങിയിരിക്കുന്ന 50 ആളുകള് എന്ത് ചെയ്തു? പുഷ്ഡ് ഇറ്റ് ജസ്റ്റ് വേർ ദേ ലൈക്ക്ഡ്, അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് തോന്നിയ ഭാഗത്തേക്ക് 50 ആളുകളും തള്ളി. ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദിസ് കൺഫ്യൂസ്ഡ് ഡ്രാഗിങ്, ആകെ എങ്ങോട്ടൊന്നില്ലാത്ത ആകെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഈ ഒരു വലിക്കുന്നതിന്റെ ഫലമായിട്ട്, ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിച്ചിഴക്കുക, ആന ഒരു വശത്തേക്ക് വലിക്കുന്നു അല്ലെ, ജോസഫ് അയാൾക്ക് തോന്നി എങ്ങോട്ടോ സ്റ്റെയറിംഗ് വീല് തിരിക്കുന്നു, 50 പേര് അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തള്ളുന്നു. അങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, എങ്ങോട്ടാണെന്ന് വ്യക്തമല്ലാത്ത ഈ ഒരു വലിക്കലിന്റെ ഫലമായിട്ട് the engine ran straight into the wall of the opposite compound, അതായത് തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെട്ടിടം, കോമ്പൗണ്ട്, അതിന്റെ വാളിലേക്ക് നേരെ എൻജിൻ ചെന്നങ്ങോട്ട് ഇടിച്ചു. ആൻഡ് reduced a good length of it to powder, ആ വാളിന്റെ അല്ലെങ്കിൽ മതിലിന്റെ നല്ലൊരു ഭാഗം ഇടിച്ചു പൊടിയായിട്ട് മാറി. അറ്റ് ദിസ് ദ ക്രൗഡ് ലെഫ്റ്റ് ഔട്ട് എ ജോയസ് യെൽ, ഈ കാഴ്ച കണ്ട് അവിടെ കൂടിയ ജനക്കൂട്ടം ആർത്തലച്ചു. ദ എലഫന്റ്, എന്നാൽ ആന, ഡിസ്ലൈക്കിംഗ് ദ ബിഹേവിയർ ഓഫ് ദ ക്രൗഡ്, ജനക്കൂട്ടത്തിന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത ആന ട്രംപറ്റഡ് ലൗഡ്ലി, ഉറക്കെ ചിഹ്നം വിളിച്ചു. നല്ല ഉറക്കെ ആന അലറി ചിഹ്നം വിളിച്ചു. ഇറ്റ് സ്ട്രെയിൻഡ് ആൻഡ് സ്നാപ്ഡ് ഇറ്റ്സ് റോപ്പ്, അതെന്ത് ചെയ്തു? ബലം പ്രയോഗിച്ച് വലിച്ച്, സ്നാപ്ഡ് ഇറ്റ്സ് റോപ്സ്, അതിന്റെ കയറുകൾ, അതിനെ ആ എഞ്ചിനുമായി ബന്ധിച്ച അതിന്റെ വടമെല്ലാം അത് പൊട്ടിച്ചു. ശേഷം കിക്ക്ഡ് ഡൗൺ എ ഫർദർ ലെങ്ത് ഓഫ് ദി വാൾ, വാളിന്റെ ഒരുപാട് ഭാഗം ചവിട്ടി അങ്ങോട്ട് മറിച്ചു. ദ 50 men fled in panic, ഇത് കണ്ട് 50 ആളുകൾ, ആ തള്ളാൻ നിൽക്കുന്ന 50 ആളുകളില്ലേ, അവര് ഭയന്നിട്ട് അവർ ഓടി. ദ ക്രൗഡ് ക്രിയേറ്റഡ് എ പാൻഡമോണിയം, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങള് ആർത്തലച്ച് ബഹളം ഉണ്ടാക്കി. ഈ സമയത്ത് ഇതിന്റെ എല്ലാം ഇടയിൽ പെട്ടെന്നാണ് someone slapped me in the face, നരേറ്റർ പറയാണ്, ആരോ എന്റെ മുഖത്തടിച്ചു. ആരായിരുന്നു അത്? ഇറ്റ് വാസ് ദ ഓണർ ഓഫ് ദി കോമ്പൗണ്ട് വാൾ, ആ കോമ്പൗണ്ട് വാൾ ഉണ്ടല്ലോ, അതായത് ആ ഒരു അതിർത്തി വാള്, ആ ഒരു മതില്, അതിന്റെ ഉടമസ്ഥനായിരുന്നു അത്. അധികം വൈകാതെ തന്നെ ദ പോലീസ് കെയിം ഓൺ ദ സീൻ, രംഗത്തിലേക്ക് പോലീസ് വന്നു. ആൻഡ് മാർച്ച്ഡ് മീ ഓഫ്, അവരെന്നെ ഓടിച്ചു. മാത്രമല്ല നമ്മുടെ നരേറ്റർ ജയിലിലാവുകയും ചെയ്തു. അങ്ങനെ when I was released from the lockup, ഞാൻ ലോക്കപ്പിൽ നിന്നും വെളിയിൽ വന്നപ്പോ, റിലീസായപ്പോ, I found the following consequences awaiting me, താഴെ പറയുന്ന പ്രശ്നങ്ങൾ, കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജയിലിൽ നിന്ന് വന്നപ്പോ ഏതാനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, several yards of compound wall had to be built by me,
നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം റോഡ് റോളർ കയറിയിട്ടും അതിനുശേഷം ആനയും ചവിട്ടി പൊളിച്ച ആ കോമ്പൗണ്ട് വാളിൻ്റെ ഏതാനും അടികൾ, അത്രയും ഭാഗം അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കണമായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ദ വേജസ് ഓഫ് ദ 50 men, ആ 50 ആളുടെ കൂലിയാണ്. ഹു റാൻ അവേ ഹാഡ് ടു ബി പെയ്ഡ്, ഓടിപ്പോയ 50 ആളുകൾ. ആന വിരണ്ട സമയത്ത്, ദേഷ്യപ്പെട്ട സമയത്ത് ഭയന്ന് ഓടിപ്പോയ 50 ആളുകൾക്ക് ഹാഡ് ടു ബി പെയ്ഡ്, അവർക്കുള്ള പേയ്മെന്റ്, കൂലി കൊടുക്കണമായിരുന്നു. ദേ വുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദേ വർ എൻടൈറ്റിൽഡ് ടു ദ വേജസ്, അവര് എങ്ങനെയാണ് കൂലിക്ക് അർഹരാവുന്നതെന്ന്, എന്ത് നിലയ്ക്കാണ് അവർക്ക് കൂലി ഞാൻ നൽകേണ്ടതെന്ന് അവര് വിശദീകരിച്ചില്ല. വെൻ ദേ ഹാഡ് നോട്ട് ഡൺ ദെയർ ജോബ്, അവരുടെ ജോലി, അവരോട് പറഞ്ഞിരിക്കുന്ന ജോലി അവര് കൃത്യമായി ചെയ്യാത്ത സമയത്ത്, ചെയ്യാതിരുന്നപ്പോൾ പിന്നെ ഏത് നിലയ്ക്കാണ് അവർ കൂലിക്ക് അർഹരാകുന്നതെന്ന്, അല്ലെങ്കിൽ ഏത് നിലയ്ക്കാണ് ഞാൻ അവർക്ക് കൂലി കൊടുക്കേണ്ടതെന്ന് ദേ വുഡ് നോട്ട് എക്സ്പ്ലെയിൻ, ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടും അവർ വിശദീകരിച്ചില്ല. മൂന്നാമത്തേത് ജോസഫ് ഫീ ഫോർ, മൂന്നാമത്തേത് ജോസഫിന്റെ ഫീ ആണ്. എൻജിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ജോസഫ്, ആ ജോസഫിന്റെ ഫീ എന്തിന്? ഫോർ സ്റ്റിയറിംഗ് ദ എൻജിൻ ഓവർ ദ വാൾ, ആ വാളിലേക്ക്, ആ മതിലിലേക്ക് എൻജിനെ സ്റ്റെയർ ചെയ്ത, അതായത് മതിലിലേക്ക് എൻജിനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയ ജോസഫിന് ഹാഡ് ടു ബി പെയ്ഡ്, ജോസഫിനും ഞാൻ പണം കൊടുക്കണമായിരുന്നു. നാലാമത്തേത് ദ മെഡിസിൻ ബിൽ ഫോർ ദ ടെമ്പിൾ എലഫൻസ് ഇഞ്ചുറീസ്, ക്ഷേത്രത്തിലെ ആനക്കേറ്റ മുറിവുകൾ, ആ മുറിവുകൾക്ക് വാങ്ങിയിട്ടുള്ള മെഡിസിൻ, അതിൻ്റെ ബില്ലും ഞാൻ കൊടുക്കണം. എപ്പോഴാണ് ആനക്ക് മുറിവേറ്റത്? വൈൽ കിക്കിംഗ് ഡൗൺ ദ വാൾ ഹാഡ് ടു ബി പെയ്ഡ്, വാള് കിക്ക് ചെയ്യുന്ന സമയത്ത് ആനക്കേറ്റ മുറിവിന് വാങ്ങിയ മെഡിസിൻ ബില്ല്, ആ ബില്ലും ഹാഡ് ടു ബി പെയ്ഡ്, ഞാൻ തന്നെ കൊടുക്കണമായിരുന്നു. ഹിയർ അഗൈൻ ദ ടെമ്പിൾ അതോറിറ്റീസ്, ഇവിടെയും ക്ഷേത്രമധികാരികൾ, ക്ഷേത്രത്തിന്റെ ഉടമസ്ഥര് would not listen when I pointed out that I didn't engage the elephant to break down the wall. വാൾ തകർക്കുന്ന ജോലി, ഞാൻ ആനയ്ക്ക് അത്തരമൊരു ജോലി ഞാൻ ഏൽപ്പിച്ചിരുന്നില്ല എന്ന എൻ്റെ വാക്കുകൾ ക്ഷേത്രമധികാരികളെ ചെവിക്കൊണ്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്ത്? മതില്, ആ ഒരു കോമ്പൗണ്ട് വാള് പോയി ചവിട്ടി പൊളിക്കാൻ ഞാൻ ആനയെ ഏർപ്പാടാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അതിന്റെ കാശ്, ആ വാള് കിക്ക് ചെയ്ത് ഉണ്ടായ ഇഞ്ചുറി, അതിന് മെഡിസിൻ വാങ്ങിയ പണം ഏത് നിലയ്ക്കാണ് ഞാൻ കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന്റെ മാന്യമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തെ ടെമ്പിൾ അതോറിറ്റീസ് മുഖവിലക്കെടുത്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. അവസാനമായിട്ട്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അവസാനമാണ് എന്നാൽ നിസ്സാരമല്ല. ഏതാ പ്രശ്നം? ദ ഡിമാൻഡ് ടു മൂവ് ദ എൻജിൻ ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രസന്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും എൻജിനെ മാറ്റണമെന്ന മുനിസിപ്പാലിറ്റിയുടെ ഡിമാൻഡ്. അപ്പൊ ഇത്തരത്തില് 5 പ്രശ്നങ്ങളാണ് അദ്ദേഹം ജയിലിൽ നിന്നും വന്നപ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ചത്. ഐ വാസ് അറ്റ് എ ലോസ്, ഞാൻ നഷ്ടത്തിലായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. വാട്ട് കുഡ് ഐ ഡു, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഐ ഹാവ് നോ മോർ മണി ടു സ്പെൻഡ്, ചെലവഴിക്കാൻ എൻ്റെ കയ്യിൽ ഇനി അധികം പണമില്ല. മൈ വൈഫ് റിഫ്യൂസ്ഡ് ടു പാർട്ട് വിത്ത് ഹെർ താലി, ഇനി ഭാര്യയുടെ കയ്യിലുള്ള താലി, ആ താലി പിരിയാൻ, അതെനിക്ക് തരാൻ അവൾക്ക് താല്പര്യമില്ല, അവൾ സമ്മതിക്കുന്നില്ല. കാരണം ദ ലാസ്റ്റ് ഓഫ് ഹർ ജ്വൽസ്, അവളുടെ ആഭരണങ്ങളിൽ അവശേഷിക്കുന്നത് ആ താലി മാത്രമാണ്. ബാക്കിയെല്ലാം ഈ ആവശ്യത്തിന് അദ്ദേഹം വിറ്റും പണയം വെച്ചും എല്ലാം കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് താലി മാത്രമാണ്. അത് നൽകാൻ അവള് സമ്മതിക്കുന്നില്ല.
ഇങ്ങനെ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയം, ഹൗവർ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നേച്ചർ കം ടു മൈ റെസ്ക്യൂ ഇൻ ആൻ അൺഎക്സ്പെക്റ്റഡ് മാനർ. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് സഹായമായിട്ട് പ്രകൃതി വന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. യു മേ ഹാവ് ഹിയർഡ് ഓഫ് ദ എർത്ത്ക്വേക്ക് ഓഫ് ദാറ്റ് ഇയർ. ആ വർഷത്തിൽ നടന്ന ഭൂമികുലുക്കത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. വിച്ച് ഡിസ്ട്രോയിഡ് ഹോൾ ടൗൺ ഇൻ നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ ഇന്ത്യയിലെ ടൗണുകൾ മുഴുവനും നശിക്കുന്നതിന് കാരണമായിട്ടുള്ള ആ ഭൂമികുലുക്കത്തെ കുറിച്ച് നിങ്ങളും കേട്ടിരിക്കാം. There was a reverberation of it in our town. ഞങ്ങളുടെ ടൗണിലും അതിൻ്റെ ഒരു റീവർബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷോക്ക്, അതിൻ്റെ ഒരു വൈബ്രേഷൻ, ഒരു തരിപ്പ്, ഒരു കുലുക്കം ഞങ്ങളുടെ നാട്ടിലും ടൗണിലും അനുഭവപ്പെട്ടു. മാത്രമല്ല, we were thrown out of our beds that night. ആ രാത്രിയിൽ ഞങ്ങൾ കിടന്നിരുന്ന ബെഡിൽ നിന്നും ഞങ്ങൾ തെറിച്ച് വീഴുകയുണ്ടായി. ആൻഡ് ഡോർസ് ആൻഡ് വിൻഡോസ് റാറ്റിൽഡ്. ആ സമയത്ത് വീടിൻ്റെ വാതിലുകളും ജനാലകളും ശബ്ദമുണ്ടായി, റാറ്റിൽ ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് ഐ വെന്റ് ഓവർ ടു ടേക്ക് എ ലാസ്റ്റ് ലുക്ക് അറ്റ് മൈ എൻജിൻ ബിഫോർ ലീവിംഗ് ദ ടൗൺ. ടൗണിൽ നിന്നും പോകുന്നതിന് മുൻപ് എൻ്റെ എൻജിൻ അവസാനം നോക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഐസ്. എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ദ എൻജിൻ വാസ് നോട്ട് ദർ. എൻജിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഐ ലുക്ക്ഡ് അബൌട്ട് ആൻഡ് റൈസ്ഡ് എ ഹ്യൂ ആൻഡ് ക്രൈ. ഞാൻ ചുറ്റും നോക്കി. എൻ്റെ ഉള്ളിൽ നിന്നും വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു ശബ്ദം, ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നു. സെർച്ച് പാർട്ടീസ് വെന്റ് റൗണ്ട്. സെർച്ച് പാർട്ടീസ്, തിരച്ചിൽ സംഘങ്ങൾ, അന്വേഷണ സംഘങ്ങൾ ചുറ്റും സഞ്ചരിച്ചു. ദ എൻജിൻ വാസ് ഫൗണ്ട് ഇൻ. അങ്ങനെ എൻ്റെ എൻജിൻ കണ്ടെത്തി. എവിടെയാണ് എൻജിൻ കണ്ടെത്തിയത്? ഇൻ എ ഡിസ്യൂസ്ഡ് വെൽ നിയർ ബൈ വിത്ത് ഇറ്റ്സ് ബാക്ക് അപ്പ്. അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കിണറിൽ അടിവശം മുകളിലേക്കായ രീതിയിൽ എൻജിൻ കണ്ടെത്തി. ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി വാസ് സോ പ്ലീസ്ഡ്. ആ പ്രോപ്പർട്ടിയുടെ, ആ കിണറിൻ്റെ, ആ സ്ഥലത്തിൻ്റെ ഓണർ വളരെയധികം സന്തോഷിച്ചു. എന്താ കാരണം? ദ വെൽ വാസ് കവേർഡ് അറ്റ് ലാസ്റ്റ്. അവസാനം അയാളുടെ കിണർ മൂടിക്കെട്ടി. അപ്പോൾ അതൊരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കിണറാണ്. അത് മണ്ണിട്ട് മൂടാൻ വേണ്ടി നിൽക്കുകയാണ് അയാൾ. ആ ഒരു ജോലി നടന്നു കിട്ടി. ദാറ്റ് ഹി പ്രോമിസ്ഡ് ടു പേ ഓഫ് ഓൾ മൈ ഡെബ്റ്റ്സ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കടങ്ങളും വീട്ടാമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നു. ഹി ഈവൻ ഓഫേർഡ് മീ സം മണി ഇൻ ഫർദർ പേയ്മെൻറ്റ്. കൂടുതൽ പേയ്മെൻ്റ് ആയി, കൂടുതൽ പണമായിട്ട് അദ്ദേഹം കുറച്ചുകൂടി പണം എനിക്ക് ഓഫർ ചെയ്തു. വിച്ച് ഐ റിഫ്യൂസ്ഡ് ടു ആക്സെപ്റ്റ്. ആ പണം ഞാൻ സ്വീകരിച്ചില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.